ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ സാംസൺ ട്രാവൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നമ്മൾ കോഴിക്കോടേക്ക്. ഇതെന്താണ് ഇങ്ങനെ തെറ്റിപ്പോയി. നമ്മളപ്പ കാസർഗോഡ്. എന്റെ വായിൽ ഏതൊരു കോഴിക്കോടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ പോണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ പറയാം. നമുക്ക് നാളെ നമ്മൾ ഇവിടെ നിന്ന് 9:30 നമ്മുടെ ബസ്. ഇവിടെ ആലുവെന്നാ കയറുന്നത്. രാവിലെ ഒരു 5 മണി അല്ലേ, 5 മണിയൊക്കെ ആകുമ്പോൾ എത്തും. ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം, രാവിലെ പറയാം. ബൈ. ബസ് കയറി, ബസ്സിന്റെ ഉള്ളിൽ ഇരിക്കുവാണ്. നമ്മൾ ആലുവെന്ന് ബസ് കയറി. ജാസ്മിന്റെ ഫോൺ നോക്കുന്നു, ഞാൻ വീഡിയോ എടുക്കും. ജാസ്മിനെ കാണണ്ട, ജാസ്മിനെ വെച്ചേക്ക. അങ്ങനെയൊന്നും ഇല്ല. ചാണകത്തിൽ ചോട്ടിട്ടാണ് ജാസ്മിന് വന്നിരിക്കുന്നത്. രാവിലെ ഇപ്പൊ എത്ര മണി? 7:49. നമ്മളിവിടെ എത്ര മണിക്ക് എത്തി? 5:30 അല്ലേ? 5:30 ആകുമ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഞങ്ങൾ റൂമിൽ പോയി റെഡിയായി. ഞങ്ങളത് ബേക്കൽ ഫോർട്ടിലേക്ക് പോവാണ് രാവിലെ തന്നെ. നമുക്ക് ഇവൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് നമ്മുടെ വെന്യൂവിലേക്ക് പോകണം. ജാസ്മിനാണ് ഇങ്ങനെ മുഖം വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ രാവിലെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരും. നമ്മൾ കാണാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. തട്ടുകടയാണ്, ബേക്കൽ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. നമ്മളൊരു തട്ടുകട ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മുടെ വെന്യൂ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈസി അവിടെ നിന്ന് പോകാൻ. നമ്മൾ മസാല ദോശ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം ബേക്കൽ ഫോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെന്യൂവിൻ്റെ അടുത്ത് പോകും. ഓക്കെ ബൈ. പാലദോശ വന്നു, ജാസ്മിൻ്റെ പൂരി വന്നു, ജാസ്മിൻ്റെ പൂരി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. കഴിഞ്ഞു. നമ്മളത് കോട്ടെ അല്ല കുളമാണ്, കാണാൻ പറ്റുന്നില്ല. പക്ഷെ എങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരണം. അലോഡഡ് അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫോർട്ടിൻ്റെ ഒരു സൈഡ് ഭാഗത്താണ്, ബീച്ചൊക്കെ ഉള്ള സൈഡ് ഭാഗത്ത്. ജാസ്മിൻ എന്താണ് പറയാനുള്ളത്? പക്ഷെ നല്ല അത്ര വെയിലില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇവന്റ് സൈറ്റ് വെന്യൂലാണ്. ഞങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ലൈഫ്.
നമ്മൾ റെയിൽവേ ട്രാക്ക് കടന്ന് നമ്മൾ നടക്കുക. കടന്ന് ചപ്പുകുഴിയിലേക്ക് കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. വീടെടുത്ത് പക്ഷേ ഒട്ടും വീഴാതെ നമ്മൾ സൂക്ഷിച്ച് വേണം ഇവിടെയൊക്കെ കയറാനായിട്ട്. അവിടെ നില്ലേ വീഡിയോഗ്രാഫർ വരാതെ പോയിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ റൂട്ടൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. സാധാ റൂട്ടൊന്നും എടുക്കാൻ പാടില്ല. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വേണം ട്രാവൽ ചെയ്യാൻ. പൈസ മുടക്കാം. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ വഴികളും അല്ലാതെ പൈസ ഇല്ലാണ്ടല്ല ചെറിയ ചെറിയ വഴികളും അങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ വേണം നടക്കാൻ. അതൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയല്ലേ. അല്ലാതെ പൈസ ഇല്ലാണ്ടല്ല. സെയിം സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. അയ്യോ ട്രെയിൻ ട്രെയിനിൽ പോടും. ട്രെയിൻ ട്രെയിൻ ബാ ഏയ് ബസ്സും കാത്തിരിക്കുവാണ്. നമ്മള് കാനങ്ങാട് ജംഗ്ഷനില് നമ്മളൊരു സോണാന്ന് പറഞ്ഞ ട്രാവൽസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെ 6:30 നമ്മൾ എത്തും ആലുവ ജംഗ്ഷനിൽ. അപ്പോൾ നമ്മുടെ കോർഡിനേഷൻ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു പരിപാടിയെല്ലാം. ജോൺസൺ ബാത്ത് വെയറിൻ്റെ ഒരു റീറ്റെയിൽ ആൻഡ് ഹോട്ട് സെയിലായിട്ടുള്ള ഒരു ന്യൂ ലോഞ്ചിനെ കുറിച്ചിട്ടുള്ള ഒരു പരിപാടി ഇവൻ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ കോർഡിനേഷന് വേണ്ടി വന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിടേ ഞങ്ങൾ ബസ്സും കാത്ത് രാത്രി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ബൈ ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.